ഹായ് ഗൈസ്, നമ്മൾ ഈ ഒരു വീക്കിലെ യൂറോ യു എസ് ഡി, ജി ബി പി യു എസ് ഡി, എക്സ് എ യു എസ് ഡിയുടെ ഫോർകാസ്റ്റ് ലെവൽസ്, അതായത് മേജറായിട്ടുള്ള ലെവൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ യൂറോ യു എസ് ഡി നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് നോക്കുന്ന മേജറായിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ഒരു പ്രീവിയസ് ആയിട്ടുള്ളൊരു മേജർ ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് സ്ട്രക്ചറിൽ. ഇതിലേതാണ് വാലിഡായിട്ടുള്ള സോണുകൾ അല്ലെങ്കിൽ മേജറായിട്ടുള്ള സോണുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും. കറൻ്റ്ലി ഉള്ള ബുള്ളിഷ് എഫ് ഇ ജീസ് ഒക്കെ ഗ്രാബ് ചെയ്തിട്ടാണ് കറൻ്റ്ലി ഡെയിലിയിൽ മൂവ്മെൻറ്റ്സ് വരുന്നത്. കറൻ്റ്ലി നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് യൂറോ യു എസ് ഡിയിലുള്ളത്. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസിൽ ഇപ്പം മേജറായിട്ടുള്ള ലിക്വിഡിറ്റി സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം ഈ ഒരു സോണിൽ വന്നിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഏതാണ് വാലിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോൺസ് എല്ലാം വാലിഡ് ആയിട്ടുള്ള സോണാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ലോ ടൈം ഫ്രീ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ബുള്ളിഷായിട്ട് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി 4 ഹവറിൽ നോക്കുന്നൊരു ടൈമിൽ നമുക്കിവിടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും റീസെൻ്റ് ആയിട്ടുള്ള ഒരു നല്ല സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നല്ലൊരു സോണാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഓൾറെഡി അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള വേറെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇവിടെയൊക്കെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. എക്സ്ട്രീം അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കും ഇംബാലൻസും എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റീസ് കൺസിഡർ ചെയ്യാവുന്നതാണ് 4 ഹവറിൽ. 1 ഹവറിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു സോൺ എന്ന് പറയുന്നത് നല്ല വാലിഡ് ആയിട്ടുള്ള സോണാണ്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബ്രേക്കിന് കാരണമായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ളൊരു സോൺ തന്നെയാണ്, ഹൈ പ്രോബബിൾ സോണാണ്. 50 മിനിറ്റിൽ നോക്കുന്നൊരു സമയത്ത് നമുക്ക് കറൻ്റ്ലി ബെയറിഷ് ആയിട്ടാണ് വരുന്നത്. കറൻ്റ്ലി ഉള്ള ഓർഡർ ബ്ലോക്കുകളും ഇംബാലൻസുകളും ഒക്കെ മിറ്റിഗേറ്റഡ് ആയിട്ടാണ് മൂവ്മെൻറ്റ്സ് കറൻ്റ്ലി വരുന്നത്. ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ സെൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മെയിൻ ട്രെൻഡ്, പ്രോ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിലും ലോ ടൈം ഫ്രെയിം ട്രെൻഡ് ഇപ്പം കറൻ്റ്ലി ബെയറിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ സെൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് എന്തായാലും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പം കറണ്ട് സ്വിങ് ലെഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ് ഹൈയും ഈ ഒരു സ്വിങ് ലോയും ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പം കറൻ്റ്ലി നമുക്കൊരു പ്രീമിയത്തിലാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെക്കാം. ഇതിന് ശേഷം ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി യൂറോ യു എസ് ഡിയുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മേ ബി ഈ ഒരു 1 ഹവർ സോണിലേക്ക് പ്രൈസ് എത്താനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു വീക്കിൽ. ഓക്കെ, ഇനിയുള്ളത് ജി ബി പി യു എസ് ഡി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജി ബി പിയിലും നമുക്ക് റീസെൻ്റായിട്ട് ബുള്ളി സ്ട്രക്ചർ ബ്രേക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഹൈ പ്രോബബിൾ സെറ്റപ്പ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. കറൻ്റ്ലി ഉള്ള എക്സ്ട്രീം അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതല്ലാതെ റീസെൻ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ് ഒന്നും ടാപ്പ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡെയിലിയിൽ 4 ഹവർ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാൻ പറ്റും. റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഇംബാലൻസ്, ഇപ്പോൾ ഇവിടെ ഇംബാലൻസ് ഗ്രാബ് ആയിട്ടാണ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ഗ്രാബും നടന്നിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. അതിനുശേഷം ഷിഫ്റ്റ് വന്നിട്ടുണ്ടാണ്. അപ്പം നല്ലൊരു ഹൈ പ്രോബബിൾ സോൺ തന്നെയാണ്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്നാൽ ഇവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ 1 ഹവറിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു സോൺ കൺസിഡറബിൾ ആണ്.
ഇവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ളൊരു എക്സ്ട്രീം സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഇതും കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണ്. ഈ ഒരു സോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 50 മിനിറ്റിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് റീസെൻ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. പ്രീമിയത്തിലായതുകൊണ്ട് സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. ഹൈ പ്രോബബിൾ സെറ്റപ്പ് അല്ല, ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസിൽ ഇത് വയലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി ഈ ഒരു കേസിൽ ഈ ഒരു സോൺ 1 hour സോൺ നമ്മൾ 50 മിനിറ്റിലേക്ക് റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ന്യൂസ് മൂവ്മെൻറ്റ് കാരണം ക്രിയേറ്റ് ആയതുകൊണ്ട് ഒരു ലെസ് പ്രോബബിൾ ആണെങ്കിലും സ്റ്റിൽ ഇതൊരു എക്സ്ട്രീം ഡിസ്കൗണ്ടിലുള്ള സോൺ ആയതുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സോൺ തന്നെയാണ്. സെൽ ഓപ്പർച്യൂണിറ്റി, വേറെ സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും കറൻ്റ് GBPയിലില്ല. ബൈ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ സെൽ ഓപ്പർച്യൂണിറ്റി ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് ലെസ് പ്രോബബിൾ ആണ് കാരണം ഇവിടെ ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിമിലർലി ഈക്വൽ ഹൈസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലെസ് പ്രോബബിൾ സെറ്റപ്പാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സോൺ മാത്രമേ ഇപ്പം കറൻ്റ് വാലിഡ് ആയിട്ടുള്ളൂ. ഇനിയും XAUവിൻ്റെ കേസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ XAU സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് XAUയിൽ ഇപ്പോഴും ഉള്ളത്. റീസെൻ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെഗിലുള്ള മെയിൻ സോൺ ഇത് തന്നെയാണ്. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലെഗിലെ എക്സ്ട്രീം സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിനുശേഷം ഉണ്ടായിരുന്ന സോൺ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയി നമുക്ക് ഒരു പുതിയ ഓൾ ടൈമായി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി കൺസോൾഡേറ്റിംഗ് ആണ് ഡെയിലിയിൽ. അപ്പോൾ ഇവിടെ ഗോൾഡ് അത്രയും ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ലാസ്റ്റ് ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലാണ് കുറച്ച് നാളായിട്ട് ഗോൾഡ് ഉള്ളത്. അതിൽ തന്നെ നമുക്ക് നല്ല സോണിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ്. പിന്നുള്ള ഒരു എക്സ്ട്രീം സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയും നമുക്ക് കൺസിഡർ ചെയ്യാം 4 hourൽ. സെൽ ഓപ്പർച്യൂണിറ്റീസ് കറൻ്റ്ലി ഹൈ ടൈം ഫ്രെയിമിലില്ല. ലോ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പം മേ ബി സെൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരിക്കും. പക്ഷെ കറൻ്റ്ലി ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. 50 മിനിറ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ കറൻ്റ്ലി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയിൽ നിന്നാണ് റിയാക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓൾറെഡി ഒരു ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇംബാലൻസ് വരെ മൂവ്മെൻറ്റ് വന്ന് അവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടി ഇത് വയലേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് കറൻ്റ്ലി ഉള്ളത്. ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഓൾമോസ്റ്റ് മിറ്റിഗേറ്റഡ് ആയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. കറണ്ട് ഒരു നല്ല സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നാൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല ഏരിയ ആണ്. കറൻ്റ്ലി സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിലും ഇവിടെയാണ് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. പക്ഷേ ഇതും ഒരു ലെസ് പ്രോബബിൾ ആണ്. കാരണം ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗൺവേർഡ് ഷിഫ്റ്റ് അല്ല, പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്കൗട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കറൻ്റ്ലി ഈ സോണിൽ നിന്ന് സ്റ്റിൽ ഒരു ബുള്ളിഷ് ബയാസ് തന്നെയാണ് XAUവിലും ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വീക്കിലെ ന്യൂസിനെ പറ്റിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു വീക്കിൽ ഏതൊക്കെ മേജർ ന്യൂസസ് ആണെന്ന് നോക്കാം. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് നമുക്ക് USDയിൽ ഇന്ന് 7:30 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ USDയിലുള്ള മേജർ ന്യൂസ് 6 മണിക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു തേഴ്സ്ഡേ. പിന്നുള്ളത് ഫ്രൈഡേ 6 മണിക്ക് ഒരു ന്യൂസ് ഉണ്ട് USDയിൽ. ബാക്കി എല്ലാ കറൻസീസും അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂറോ USD ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂറോ കൺസിഡർ ചെയ്യാം. US ഡോളറിലുള്ള ചേഞ്ചസ് മെയിനായിട്ട് XAUവിനെ എഫക്റ്റ് ചെയ്യും. US ഡോളർ ബേസ് കറൻസി അല്ലെങ്കിൽ കോഡ് കറൻസി ആയിട്ടുള്ള കറൻസി പേഴ്സിനെ എല്ലാം ഈ ന്യൂസസ് എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം റെഡ് ഫോൾഡർ ന്യൂസുകളാണ്. ഇനിയും ബാക്കിയുള്ള കറൻസീസ് ഇപ്പോൾ AUDയിലൊരു ന്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂറോ USDയിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ AUD ബേസ് കറൻസി അല്ലെങ്കിൽ കോഡ് കറൻസി ആയിട്ടുള്ളതിലാണ് മേജറായിട്ടുള്ള ന്യൂസസ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഫിൽട്ടർ ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്ന കറൻസീസ് ഏതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ്പെക്റ്റഡ് ഇമ്പാക്റ്റ് ആണെങ്കിലും ഹൈ ഇമ്പാക്റ്റ് ന്യൂസ്, അതായത് റെഡ് ഫോൾഡർ ന്യൂസസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. വൺസ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ന്യൂസസ് ആണ് ഉള്ളത്. അത് കാര്യമായിട്ടുള്ള
അതായത് ഒരുപാട് ന്യൂസുകളില്ലാത്ത ഒരു ടൈം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വീക്കിൽ ഈ ഒരു ന്യൂസസ് കൺസിഡർ ചെയ്തിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ഒരു നല്ല മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കസ്റ്റമർ പ്രൈസ് ഇൻഡെക്സ്, കോർ പ്രൈസ് ഇൻഡെക്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെ മേജറായിട്ടുള്ള ന്യൂസുകളാണെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്ന കറൻസി പെയറിലുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പം അത്രയ്ക്ക് വലിയ ന്യൂസുകളില്ലാത്ത ആ ഒരു വീക്ക് തന്നെയാണ് ഈ ഒരു വീക്ക്.